ഇടതുമുന്നണിയിൽ പരിഗണന ലഭിക്കുന്നില്ലെന്ന് RJD നേതാവ് MV ശ്രേയാംസ്കുമാർ കോഴിക്കോട് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യസഭാ സീറ്റ് കാര്യത്തിൽ RJDയുമായി ചർച്ച നടത്തിയിട്ടില്ലെന്ന് ശ്രേയാംസ്കുമാർ പറഞ്ഞു. JDSന് നൽകുന്ന പരിഗണന പോലും മുന്നണിയിൽ RJDക്ക് നൽകുന്നില്ല. അവഗണനയിൽ പ്രവർത്തകരും നേതാക്കളും നിരാശരാണ്. മുന്നണിയിൽ RJDക്ക് മന്ത്രിസ്ഥാനം കിട്ടിയില്ല. RJDയുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഗണിക്കണമെന്നും ശ്രേയാംസ്കുമാർ ആവശ്യപ്പെട്ടു. പല ഘട്ടങ്ങളിലായി പാർട്ടി നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് മുന്നണിയിൽ നയിക്കുന്ന CPMന് ഞങ്ങൾ കത്ത് നൽകിയിട്ടുണ്ട്, പലവട്ടം സംസാരിച്ചിട്ടുണ്ട്. അതിൽ കാര്യമായ പരിഗണന നമുക്ക് ലഭിച്ചിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ തവണ ഞങ്ങൾ രാജ്യസഭാ സീറ്റായിട്ടാണ് LDFൽ വന്നത്. 2022 കാലാവധി അവസാനിച്ചപ്പോൾ CPI സീറ്റ് എടുക്കുകയുണ്ടായത്. അത് 2024 വന്നപ്പം മുന്നണിയുടെ കെട്ടുറപ്പിന് വേണ്ടി CPM വിട്ടുവീഴ്ച ചെയ്തു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ കേട്ടത്. അപ്പോൾ കേരള കോൺഗ്രസ് എമ്മിനെ മാത്രം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് മുന്നണി കെട്ടുറപ്പുണ്ടാകുന്നത് എങ്ങനെ പറയാൻ സാധിക്കുക? മറ്റുള്ള ഘടകകക്ഷികളും ഈ LDFലെ കക്ഷികളല്ലേ. 4ാമത്തെ കക്ഷിയാണ് RJD. ത്രിതല പഞ്ചായത്ത് അംഗങ്ങളുടെ എണ്ണം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 4ാമത്തെ കക്ഷിയാണ് ഞങ്ങൾ. അങ്ങനെ ഇരിക്കെ